നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമൊക്കെ എടുത്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് വിക്കിപീഡിയയുടെ കാര്യത്തിലും പുതിയ തീരുമാനങ്ങളുണ്ടാകും. എന്ന് വെച്ചാൽ വിക്കിപീഡിയ പൂട്ടുമോ? ഞാനത് മറുപടി പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഗോദ്ര എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഗുജറാത്തിലൊരു സ്ഥലം അല്ലേ? അതെ. എന്താ എൻ്റെ പ്രത്യേകത? കലാപം നടന്നു എന്ന പേരിലാണ് ഈ സ്ഥലം ഭയങ്കര പ്രശസ്തമായത്. എന്തോ മീഡിയസ് അതാണ് പ്രശ്നം. അതൊരു മാധ്യമപ്രവർത്തനായ സിനുവിന് പോലുമുള്ള മറുപടി അതാണ്. ഒരു തീവണ്ടിയുടെ പേര് സബർമതി എക്സ്പ്രസ് എന്നാണ്. 2002 ഫെബ്രുവരി 27 രാവിലെ 7:40 3:40 വരേണ്ട ട്രെയിൻ 7:40 ഗോദ്ര സ്റ്റേഷനിലെത്തിയത്. 4 മണിക്കൂർ വൈകി. ആ ട്രെയിൻ അവിടെ എത്തി 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3000-ഓളം വരുന്ന ഒരു ജനക്കൂട്ടം ഈ ട്രെയിൻ വളഞ്ഞ് അതിൻ്റെ മീതെ പെട്രോൾ ഒഴിച്ച് തീ വെച്ചു. ഗോദ്ര തീവയ്പ്പ് കേസ്. അല്ലാതെ അവിടെ കലാപം തുടങ്ങിയതല്ല. ട്രെയിനിന് തീ വെച്ചു. എത്ര പേര് മരിച്ചു എന്നറിയോ? 59 പേര് മരിച്ചു. അതിൽ 25 സ്ത്രീകളും 15 പേർ കുട്ടികളുമായിരുന്നു. ഇതാണ് ഗോദ്ര സംഭവം, ഗോദ്ര ട്രെയിൻ തീവയ്പ്പ് കേസ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലർക്കും, അതായത് മാധ്യമപ്രവർത്തകർക്കും പോലും ഗോദ്ര തീവയ്പ്പ് അല്ലെങ്കിൽ ഗോദ്ര കൂട്ടക്കൊല എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ ചരിത്രം ആരംഭിക്കുന്നത് ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ നടന്ന ഒരു കലാപവുമായി ബന്ധപ്പെട്ട ചരിത്രം തുടങ്ങുന്നുള്ളൂ. പക്ഷേ ആ കലാപം ഉണ്ടായത് ഗോദ്രയിൽ നിരപരാധികളായ മനുഷ്യരെ പച്ചയ്ക്ക് തീവണ്ടി തടഞ്ഞുവെച്ച് തീയിട്ട് കൊന്ന ദാരുണമായ സംഭവത്തിൽ ആളുകൾക്കുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഒരു കലാപം ഉണ്ടായത്. ആ കലാപത്തെക്കുറിച്ച് എല്ലാവരും ശൂലം, ഭ്രൂണം, കുന്തം, കത്തി, വടിവാളെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നയിച്ച ഗോദ്ര ട്രെയിൻ തീവയ്പ്പ് കേസിനെ കുറിച്ച് കാമാന്ന് മിണ്ടൂല. അത് മാധ്യമപ്രവർത്തകരുടെ മനസ്സും അങ്ങനെയാണ്. അതുകൊണ്ടാണ് സിനുവിന് പോലും തെറ്റിയത്. അവിടെ ഗോദ്ര കലാപം, എന്ത് ഗോദ്ര കലാപം വരുമ്പോഴത്തേക്ക്, കാരണം ആ നറേറ്റീവ് അങ്ങനെയാണ്. ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കേട്ടിട്ടുള്ളത് ഗോദ്ര കലാപം അത്രയെങ്കിലും കേട്ടത് മഹാഭാഗ്യം. കാരണം ഗോദ്രയിൽ ആര് കലാപം? കാരണം ട്രെയിൻ ഉറങ്ങി 3:40 വരേണ്ട ട്രെയിൻ 7:40 അതിന് 8 മിനിറ്റിനുള്ളിൽ 3000-ഓളം വരുന്ന ഇസ്ലാമിസ്റ്റുകൾ ആ തീവണ്ടി തടഞ്ഞ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് 59 ആളുകളെ കൊന്നു. പരിക്കേറ്റവരൊക്കെ വേറെ. ആ ദാരുണമായ സംഭവത്തെക്കുറിച്ച് മിണ്ടില്ല. അതിനുശേഷം എന്ത് പറ്റിയെന്നറിയോ? ഈ കേസിലെ വിചാരണയൊക്കെ നടന്നു. അതിൽ 31 പേരെ ശിക്ഷിച്ചു. 11 പേർക്ക് വധശിക്ഷ കൊടുത്തു. 20 പേർക്ക് ജീവപര്യന്തം തടവ് കൊടുത്തു. ആ വധശിക്ഷ ഹൈക്കോടതി വരെ ശരിവെച്ചു. ഇത് നമ്മുടെ നാട്ടിലെ ചരിത്രമാണ്. ഇതാരും പറയില്ല. പക്ഷേ ഇതിനെ തുടർന്ന് ഉണ്ടായ ഒരു സ്വാഭാവിക പ്രത്യാഘാതമെന്ന് എന്ന നിലയ്ക്ക് ഇതിൽ രോക്ഷം കൊണ്ട ആളുകൾ നടത്തിയ ഒരു തിരിച്ചടിയാണ് ഗുജറാത്ത് കലാപവുമായി ചിത്രീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ പലസ്തീനിലെ യുദ്ധം പോലെയാണ്. ഗസയിൽ ഒക്ടോബർ 7 നടത്തിയ 1500 ആളുകളെ കൊന്ന കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്ന സംഭവത്തെക്കുറിച്ച് മിണ്ടൂല. 250-ഓളം ആളുകളെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി നരകതുല്യമായ പീഡനം അനുഭവിപ്പിക്കുന്നതിനെക്കുറിച്ച് മിണ്ടൂല. പകരം ഇസ്രയേൽ തിരിച്ചടിച്ചപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നേ, സ്ത്രീകൾ മരിക്കുന്നേ എന്ന് നിലവിളിക്കാനേ നമ്മുടെ മാധ്യമങ്ങൾക്ക് നേരമുള്ളൂ. സമാനമായ സംഭവമാണ്. യഥാർത്ഥ ഇരകളെ മറച്ചു വയ്ക്കുന്ന ഒരു പ്രവണത നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. ഇനിയിപ്പോൾ സിനു ഒരു കാര്യം ചെയ്യുക. വിക്കിപീഡിയയുടെ കാര്യമല്ലേ എന്നോട് ചോദിച്ചത്? വിക്കി എടുക്കുക, എന്നിട്ട് ഗോദ്ര തീവയ്പ്പ് കേസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ഇപ്പം നോക്കണ്ട, പിന്നെ നോക്കിയേ. എന്താണെന്നറിയോ? അത് തുടങ്ങുന്നത് തന്നെ അതിൽ ആർട്ടിക്കിൾ പറഞ്ഞത് ഗോദ്രയിൽ ഒരു തീവണ്ടിക്ക് തീ പിടിച്ചു. തീവണ്ടിക്ക് തീ പിടിക്കാനുള്ള കാരണം അജ്ഞാതമാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി, അതിനെ തുടർന്നൊരു കലാപം ഉണ്ടായി. തീവയ്പ്പ് കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 31 ആളുകളെ ശിക്ഷിച്ചു. 11 പേർക്ക് മരണശിക്ഷ വിധിച്ചു. 20 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇത്രയും കോടതി നടപടികളും രേഖകളും നമ്മുടെ പൊതുസമൂഹത്തിൽ പബ്ലിക് ഡൊമൈനിൽ അവശേഷിക്കെ വിക്കിപീഡിയ പറയുന്നു ഗോദ്ര തീവയ്പ്പിന് പിന്നിലെ കാരണം അജ്ഞാതമാണ്, എന്താണെന്നറിയില്ല. ഇതാണ് വിക്കിപീഡിയ. ഇനി വിക്കിപീഡിയയെക്കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ പറയും വിക്കിയുടെ നടത്തിപ്പുകാരൊക്കെ പാവങ്ങളാണ്, അവരൊന്നും അല്ല ഇത് ചെയ്യുന്നത്. വിക്കിപീഡിയ ഒരു സ്വതന്ത്ര പ്ലാറ്റ്ഫോമാണ്. സിനുവിൽ ആർട്ടിക്കിൾ എഴുതാം. അതെ, സിനുവിന് അറിയാവുന്ന വിഷയത്തെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതാം. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനു എഴുതിയ കാര്യത്തിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് പോയി തിരുത്തി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. അതെ. അപ്പോൾ അങ്ങനെ കൂടുതൽ അത്തരം ഒരു ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു ലേഖനത്തെ കൂടുതൽ ഇൻഫർമേറ്റീവ് ആവാനും അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്താനും ആയിരിക്കണം എഡിറ്റ് ചെയ്യുന്നത്. എന്നാൽ
തീവയ്പ്പ് കേസിലെ വിധി അടക്കമുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ, പൊതുമധ്യത്തിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണെന്നിരിക്കെ ഇതിൻ്റെ കാരണം അജ്ഞാതമാണെന്ന് എഴുതുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യുന്നവരുടെ ലക്ഷ്യം എന്താണ്? ഇത് പുറത്തു വരരുതെന്നാണ് അല്ലേ? ഇത് സമാനമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം IC 814 എന്ന് പറഞ്ഞ കണ്ടഹാറിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയ നമ്മുടെ വിമാനത്തിൻ്റെ കാര്യം. ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം റാഞ്ചിക്കൊണ്ടുപോയി. അതിലെ പ്രതികൾ എല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ തീവ്രവാദികളാണ്. അവരാവശ്യപ്പെട്ട് ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന 3 തീവ്രവാദികൾ വിട്ടയക്കണമെന്നാണ്. അതിലൊരു കൊടും ഭീകരനാണ് പിന്നീട് വന്നിട്ട് എന്ത് ചെയ്തത്? നമ്മുടെ മുംബൈ ആക്രമണം, താജ് ആക്രമണത്തിന് വരെ ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ബ്രെയിൻ അയാളായിരുന്നു അതിൻ്റെ തിങ്ക് ടാങ്ക്, ബ്രെയിനായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ അത്രയും ഭീകരത രാജ്യത്തോട് കാട്ടിയ ഒരു സംഭവമായിരുന്നു കണ്ടഹാർ വിമാന റാഞ്ചൽ. അതിനെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സ് ഒരു സീരീസ് ചെയ്തു, IC 814. നമ്മൾ ചർച്ച ചെയ്തു. അതെ. അതിനകത്ത് എന്ത് ചെയ്തെന്നറിയോ? ഇവർ ഈ തീവ്രവാദികൾ വിമാനത്തിൽ കയറിയപ്പോൾ ഹിന്ദു പേരുകളൊക്കെ സ്വീകരിച്ചത്. അപ്പോൾ ആ പേരുകൾ മാത്രം ഈ സീരിയലിൽ ഉപയോഗിച്ചു. അതായത് ഇവരുടെ ഒറിജിനൽ പേര് മറച്ചു വെച്ചു, വിട്ടയച്ച തീവ്രവാദികളുടെ പേര് മറച്ചു വെച്ചു. അതിനൊക്കെ പുറമെ അതിനകത്ത് ഇന്ത്യൻ ഉദ്യോഗസ്ഥരൊക്കെ വെറും മന്ദബുദ്ധികളാണെന്നൊക്കെ കാണിക്കുന്ന തരത്തിലാണ് ഈ സീരിയൽ ആകെ ചിത്രീകരിച്ചിരിക്കുന്നത്, വെബ് സീരീസ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യയിലെ മേധാവിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവർ പറഞ്ഞതെന്തറിയോ? നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കരുത്, നാട്ടിലെ ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സിനെ വ്രണപ്പെടുത്തരുത്. കാരണം ഇസ്ലാമിക തീവ്രവാദികളാണ് വിമാനം തട്ടിക്കൊണ്ടുപോയത്. അവരുടെ ഡിമാൻഡ് ഇസ്ലാമിക തീവ്രവാദികളെ വിട്ടയക്കണമെന്നായിരുന്നു. 2 പേരെ കൊല്ലുകയും ചെയ്തു. അതെ. അതിൽ വിട്ടയച്ച ബന്ദികളെ വെച്ച് വിലപേശി ഇന്ത്യ വിട്ടയക്കേണ്ടി വന്ന ഒരു കൊടും ഭീകരൻ പിന്നീട് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ആളാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ വയ്യ. എത്രയോ ആളുകളാണ് മരിച്ചത് അല്ലേ? പോലീസ് ഉദ്യോഗസ്ഥരും നിരപരാധികളായ മനുഷ്യരെ ഉൾപ്പെടെ എത്രയെത്ര ആളുകൾ കൊല്ലപ്പെട്ടു. ആ സംഭവത്തെ ചിത്രീകരിക്കുമ്പോൾ അവർക്ക് ഹിന്ദു പേര് കൊടുത്തും അവരുടെ യഥാർത്ഥ ഇസ്ലാമിക നാമം മറച്ചു വെച്ചും ഒരു പരമ്പര ഇറക്കിക്കഴിഞ്ഞാൽ കേന്ദ്രം ചോദിച്ചത് 10-25 വർഷം കഴിഞ്ഞ് ഈ വെബ് സീരീസ് കാണുന്നവർ എന്ത് കരുതും? ഈ ഹിന്ദു പേരുള്ള ഹിന്ദുക്കൾ ഇത്ര ക്രൂരന്മാരാണോ, അവരൊക്കെ വിമാനം രാജ്യം എന്നുള്ള ഇംപ്രഷൻ ഉണ്ടാവും. ഉടനെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യൻ മേധാവി ചെന്നു മാപ്പൊക്കെ അപേക്ഷിച്ചിട്ട് ഡിസ്ക്ലൈമറായിട്ട് ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് ഇവരുടെ യഥാർത്ഥ പേര് ഇന്നതാണെന്ന്. കാരണം രണ്ടാമത് റീഷൂട്ട് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. സത്യത്തിൽ ആ സീരീസ് നിരോധിക്കുകയാണ് വേണ്ടത്. അതെ. എന്നാൽ കേന്ദ്രം അത്രയും ഫാസിസം ഇനി നരേന്ദ്രമോദി പഠിച്ചിട്ടില്ല. നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ പറയുന്നത് ഭയങ്കര ഫാസിസം എന്താണെന്ന് നരേന്ദ്രമോദിക്ക് ആരെങ്കിലും ട്യൂഷൻ എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നു. അതുകൊണ്ട് എന്തുപറ്റി ഡിസ്ക്ലൈമർ വെച്ചിട്ട് എഴുതി കാണിക്കും ഇവരുടെ യഥാർത്ഥ പേരുകൾ ഇന്നതാണെന്ന് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അങ്ങനെയാണ് സീരീസ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ വിക്കിപീഡിയയുടെ കാര്യത്തിൽ ഇപ്പോൾ ചോദിച്ച കാര്യം, വിക്കിപീഡിയ ആരും നിരോധിക്കാനൊന്നും പോകുന്നില്ല, കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഇപ്പോൾ പുതിയ സംഭവം എന്നറിയാമോ? ഇപ്പോൾ പുതിയ സംഭവം, നമ്മുടെ ഒരു വാർത്താ ഏജൻസി ഉണ്ട്, ANI എന്ന് പറയും. ANI എന്ന് പറയുന്ന വാർത്താ ഏജൻസി ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര വാർത്താ ഏജൻസിയാണ്. അവരെക്കുറിച്ച് വിക്കിപീഡിയയിൽ ഒരു ലേഖനമുണ്ട്. ഇത് മോദി സർക്കാരിൻ്റെ പ്രൊപ്പഗാൻഡ മെഷീനാണ് ANI എന്നൊരു ആർട്ടിക്കിൾ വന്നു. മോദി സർക്കാരുമായിട്ട് ബന്ധമില്ല, കേന്ദ്ര സർക്കാരിൻ്റെ പ്രചരണ ഏജൻസിയാണ് ANI എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സ്വതന്ത്ര മാധ്യമം എന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവരപ്പോൾ എന്ത് ചെയ്തു? ഡിഫമേഷൻ കേസ്, ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തു. ആർക്കെതിരെ? വിക്കിപീഡിയക്കെതിരെ. വിക്കിപീഡിയ അത് ചാലഞ്ച് ചെയ്തു. അങ്ങനെ കേസ് ഡൽഹി ഹൈക്കോടതിയിലെത്തി. ഡൽഹി ഹൈക്കോടതി അപ്പോൾ ഉടനെ ഇവരോട് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ 3 പേര് ANIയെക്കുറിച്ചുള്ള അതിനകത്ത് വിക്കിയിലെ ആർട്ടിക്കിൾ 3 പേര് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത 3 പേരുടെ ഇതൊക്കെ അമേരിക്കൻ സാധനമാണേ, ഇന്ത്യയിൽ ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ടോക്കിയോ പറഞ്ഞതുപോലെ ചൈനയിൽ ഈ സാധനം ഒന്നുമില്ല. ചൈനയിൽ ഗൂഗിളില്ല, യൂട്യൂബില്ല, വാട്സാപ്പില്ല, ടിക്ടോക്ക് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. എന്താ ചൈനക്കാർ ജീവിക്കുന്നില്ലേ? ഉണ്ട്. അവരവരുടെ സ്വന്തം സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ അവരുടെ രാജ്യത്തിനെതിരെയുള്ള ഒരു പരിപാടി അവിടെ നടക്കൂല. ഉണ്ടാക്കിയ സാധനങ്ങളിലൂടെയാണ്. ഇസ്രായേലിലുണ്ട്, റഷ്യ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും സായിപ്പിൻ്റെ ഈ സാധനങ്ങളും താങ്ങിപ്പിടിച്ച് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവന്മാർ തെമ്മാടിത്തരം മുഴുവൻ കാണിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു നിങ്ങളുടെ ഈ ആർട്ടിക്കിൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന 3 പേര് എഡിറ്റ് ചെയ്തെന്ന് കാണുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് കൊണ്ടുപോവാ. അവരാണല്ലോ ഈ ANIക്കെതിരെ അപകീർത്തികരമായ വസ്തുത ഒരു സ്വതന്ത്ര ഏജൻസിയെ കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താ ഏജൻസിയാണ്, ഒഫീഷ്യൽ ഏജൻസിയാണ്, ഒഫീഷ്യൽ ഓർഗനാണെന്ന് എഡിറ്റ് ചെയ്ത് കെറ്റി അവരല്ലേ അവരുടെ പേര് തരാൻ പറഞ്ഞു. വിക്കിപീഡിയ എന്ത് ചെയ്യുന്നറിയോ? ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. ഇന്ത്യയിലൊരു കോടതി പറഞ്ഞപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ലെന്ന്. അപ്പോൾ കോടതി എന്ത് ചെയ്തു? കോടതിയും വിട്ടുകൊടുത്തില്ല. അങ്ങനെ വന്ന് സായിപ്പിൻ്റെ കളി ഇവിടോട്ട് വേണ്ടാന്ന് വെച്ച് കോടതി ഇവർക്കെതിരെ വിക്കിപീഡിയക്കെതിരെ
കോടതിയലക്ഷ്യ കേസെടുത്തു. കോടതിയലക്ഷ്യ കേസ് ഇപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ കോടതി ജസ്റ്റിസ് ജെ നവീൻ ചാവല വളരെ നിർണായകമായി വിക്കിപീഡിയയോട് പറഞ്ഞത് വിക്കിപീഡിയയോട് മാത്രമല്ല, ഇന്ത്യ കയറി കളിക്കുന്ന ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന ഫേസ്ബുക്ക് ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, ഏത് ചാനലോ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ ആവട്ടെ, ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ കോടതി പറഞ്ഞു സത്യത്തിൽ ഇത് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതെ, സർക്കാർ പറയുന്നില്ല. കാരണം നമ്മുടെ ചില മന്ത്രിമാർ പോലും അയ്യോ എന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ എക്സ് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, എനിക്ക് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ജസ്റ്റിസ് നവീൻ ചാവല എന്ന് പറയുന്ന ഭാരതീയ എന്ന നിലയിൽ അഭിമാനമുള്ളൊരു ജഡ്ജി പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ത്യയോട് താല്പര്യമില്ലെങ്കിലേ ഇവിടെ പ്രവർത്തിക്കണമെന്നില്ല, കെട്ടിപ്പൂട്ടി വീട്ടിൽ പോടേന്ന് പറഞ്ഞു. അതായത് വിക്കിപീഡിയയോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ത്യൻ താല്പര്യങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ, ഇന്ത്യൻ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ, ഇന്ത്യയോട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ പ്രവർത്തന രീതി. അതായത് നിങ്ങൾ തോന്നിവാസം നിങ്ങളുടെ ലേഖനങ്ങളിൽ നിങ്ങളുടെ കണ്ടൻറ്റ് മാറ്റും. അതാരാണ് മാറ്റിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തരാൻ സൗകര്യമില്ലെന്ന് പറയും. ഒരു കോടതി ചോദിച്ചാൽ പോലും സൗകര്യമില്ലെന്ന് പറയും. ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ കോടതി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് തരുന്നില്ല, നിങ്ങൾ ധിക്കാരപരമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവ് കൊടുക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുക, ഹൈക്കോടതി പറഞ്ഞിരിക്കുക. സത്യത്തിൽ എനിക്ക് സത്യത്തിൽ വളരെ അഭിമാനം തോന്നി. നമ്മുടെ നീതിപീഠങ്ങൾക്ക് നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റായിട്ടാണ് തോന്നിയത്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ വിധി വായിച്ച് പഠിക്കണം. എല്ലാ മന്ത്രിമാരും ഒന്ന് വായിക്കണം, എല്ലാ MP-മാരും ഒന്ന് വായിക്കണം. രാജ്യത്ത് പ്രവർത്തിച്ച് ഇവിടുന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. ഈ പണം മുഴുവൻ കടത്തിക്കൊണ്ട് പോവുക അവരുടെ രാജ്യത്തേക്ക്. എന്നിട്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കത്തില്ല, നാട്ടിലെ സർക്കാരിനെതിരെ, നാട്ടിലെ സംവിധാനങ്ങൾക്കെതിരെ, നാട്ടിലെ സത്യങ്ങൾക്കെതിരെ കള്ളത്തരങ്ങൾ പടച്ചുവിട്ടുന്ന ഇത്തരം ഏജൻസികളെ സത്യത്തിൽ കേന്ദ്രമാണ് ഇത്തരം നോട്ടീസ് കൊടുത്ത് പണി കൊടുക്കേണ്ടത്. അതിനുള്ള തൻ്റെ ഇടം നിർഭാഗ്യവശാൽ ഇതുവരെ കേന്ദ്ര സർക്കാർ കാണിക്കുന്നില്ല. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ കേസിൽ അതിനൊരു ഒരു തുടക്കം ഇട്ടു. പക്ഷെ അതുപോലും അത്ര പോരായിരുന്നു. കാരണം അങ്ങനെയൊന്നും മാറ്റിയാൽ പോരാ എന്ന് പറഞ്ഞ് കർശനമായി പറഞ്ഞ് അതിനെ അടിമുടി മാറ്റേണ്ടതായിരുന്നു. പക്ഷേ അതൊരു തുടക്കമായി കേന്ദ്ര സർക്കാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. ഏതായാലും ഈ ഹൈക്കോടതി വിധി വലിയ അഭിമാനകരമാണ്. നമ്മളത് ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്കതിനെ സ്വാഗതം ചെയ്യാം. അത് എല്ലാ വിദേശ പ്രൊപ്പഗാൻഡ പ്ലാറ്റ്ഫോമുകൾക്കും ഒരു മുന്നറിയിപ്പായി മാറുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.